നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ഗ്രഹനില എനിക്ക് കൃത്യമായിട്ട് വരച്ചു തരാൻ സാധിക്കും. ഉറപ്പാണല്ലോ അല്ലേ? പിന്നെന്താ, അമ്മയ്ക്ക് ഒരു സംശയവും വേണ്ട. ഒരിത്തിരി സമയം കിട്ടിയാൽ മതി. ആ ഗ്രഹനില ഞാൻ തയ്യാറാക്കി കൊണ്ടുവരാം. ശരി, എന്നാ നീ അത് പെട്ടെന്ന് തയ്യാറാക്കിക്കൊണ്ട് താഴേക്ക് വന്നോളൂ. അമ്മ എന്തിനായിരിക്കും ചേച്ചിയുടെ ജാതകം ചോദിച്ചത്? എന്തായാലും ഗ്രഹനില വരച്ചു കൊടുത്തേക്കാം. വിശാൽ സർ. വരൂ പാർവതി. പാർവതി, ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ അമ്മ വരുമെന്ന് നീ പറഞ്ഞ സത്യമാണോ? ഷഷ്ടിപൂർത്തി ആഘോഷത്തിന് അമ്മ വരും സർ. അത് ഉറപ്പാണോ? ഉറപ്പ്. പാർവതി, ഷഷ്ടിപൂർത്തിക്ക് അമ്മ വന്നാലും ഇല്ലെങ്കിലും എനിക്കത് വിഷയമല്ല. അമ്മ വന്നാൽ വലിയ സന്തോഷം, വന്നില്ലെങ്കിൽ പ്രയാസവുമില്ല. അമ്മ വന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ടാ പ്രയാസം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ സർ? ഷഷ്ടിപൂർത്തിക്ക് അമ്മ വരുമെന്ന് നീ പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ ആ വാക്കിന് വിലയുണ്ടാവണം. നീ ഇപ്പോ വെറും പാർവതിയല്ല, ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്ന ആള്. ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സൺ. അങ്ങനെ ഒരു പൊസിഷനിലിരിക്കുന്ന ആളുടെ വാക്കിന് എപ്പോഴും ഒരു വിലയുണ്ടാവണം. ഒരു കാര്യം പറഞ്ഞാൽ അത് നടന്നിരിക്കണം. അതൊരിക്കലും വെറും വാക്കാവരുത്. താൻ പറയുന്ന വാക്കുകൾ കൃത്യമായി നടന്ന് അത് പാലിക്കപ്പെട്ടാൽ തന്നെക്കുറിച്ച് ഓർത്ത് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഞാനായിരിക്കും. വിശാൽ സർ, സാർ പറഞ്ഞ പോലെ തന്നെ ഞാനിരിക്കുന്ന പദവിയെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ സ്ഥാനത്തിരുന്ന് ഞാൻ ഒരിക്കലും വെറും വാക്ക് പറയില്ല. ഷഷ്ടിപൂർത്തിക്ക് ദേവമ്മ വന്നിരിക്കും. ദേവമ്മ വന്ന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. എനിക്കത് മാത്രം പോരെ പാർവതി. പിന്നെ എന്ത് വേണം? നീ എനിക്ക് വേണ്ടി മറ്റൊരു സഹായം കൂടി ചെയ്യണം. സാറിന് വേണ്ടി ഞാൻ എന്ത് സഹായം ചെയ്യും? പറയണം സർ. ഞാൻ എന്ത് സഹായം സാറിന് ചെയ്തു തരേണ്ടേ? അതെ, നമുക്കൊരു കുഞ്ഞു വേണ്ടേ? നിനക്ക് ഒരമ്മയാവണ്ടേ? നമുക്ക് ഒരു കുഞ്ഞ് വേണം പാർവതി. അതെത്രയും പെട്ടെന്ന് തന്നെ വേണം. അമ്മയെ പോലെ, നിന്നെ പോലെ സൗന്ദര്യവും സ്വഭാവമുള്ള ഒരു പെൺകുഞ്ഞ് വേണ്ടേ? വേണം. എന്നാ പിന്നെ വൈകിക്കണ്ട. ഇവിടുത്തെ അടുക്കളപ്പണിയല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പാവം വിശാലിന് ഇതുവരെ അതൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നിന്നെ പിടിച്ച് ചെയർപേഴ്സണിന്റെ സ്ഥാനത്തിരുത്തിയത്. സാരമില്ല,
ക്രമേണ അവൻ ചെയ്ത അബദ്ധമൊക്കെ അവന് ബോധ്യപ്പെട്ടോളും. അന്നേരം നിന്നോട് ഈ ജോലി മാത്രം, അതായത് ഈ അടുക്കളപ്പണി മാത്രം ചെയ്താ മതിയെന്ന് അവൻ പറയും. ജാസ്മിനെ, ഞാൻ ഏത് ജോലി ചെയ്യണം, എന്ത് ജോലി ചെയ്യണം എന്നോർത്ത് നീ വിഷമിക്കണ്ട. അടുക്കള ജോലിയൊക്കെ ഞാൻ അസലായിട്ട് തന്നെ ചെയ്യും. അതുപോലെ തന്നെ ചെയർപേഴ്സൺ ജോലിയൊക്കെ ഞാൻ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ചെയ്യും. എന്നെ കമ്പനിയിലെ ചെയർപേഴ്സൺ ആക്കിയല്ലോ എന്നോർത്ത് വിശാൽ സാറിന് ദുഃഖിക്കേണ്ട ഒരു അവസരം ഒരിക്കലും ഞാനായിട്ടുണ്ടാക്കില്ല. അടുക്കളപ്പണി നീ മര്യാദയ്ക്ക് ചെയ്യായിരിക്കും, പക്ഷേ ചെയർപേഴ്സന്റെ ജോലി ചെയ്യാൻ നീ കുറെ വേർക്കേണ്ടി വരും മോളെ. ജാസ്മിൻ, ഒരു മുൻധാരണയോട് കൂടി നീ എന്നെ വിലയിരുത്തണ്ട. നീ ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞ ഈ അഭിപ്രായം അധികം വൈകാതെ തന്നെ നീ മാറ്റി പറയും. നിന്നെ കൊണ്ട് ഞാൻ മാറ്റി പറയിപ്പിക്കും. നമുക്ക് കാണാടി. എടി, നിനക്ക് പറ്റിയത് ഓഫീസ് ജോലിയല്ല, അഭിനയോ. നീ വല്ല സിനിമയിലോ സീരിയലിലോ ഒക്കെ അഭിനയിക്കാൻ പോയാ നീ നന്നായിട്ട് ശോഭിക്കും. ഞാൻ എന്താ അഭിനയിച്ചെന്നാ ജാസ്മിൻ ഈ പറയുന്നേ? ഞാൻ ജാസ്മിന്റെ മുമ്പില് എന്താ അഭിനയിച്ചു എന്നാ? നീ എന്റെ മുമ്പിൽ എന്നല്ല, എല്ലാവരുടെ മുമ്പിലും അഭിനയിച്ചോണ്ടിരിക്കല്ലേ. ഷഷ്ടി പൂർത്തിക്ക് ഗായത്രിയമ്മ വരൂന്നും പറഞ്ഞ് നീ എല്ലാവരെയും കബളിപ്പിക്കുകയല്ലേ. ഇക്കാര്യത്തില് നിന്നോട് തർക്കിക്കാനേ ഞാനില്ല. ഇനിയിപ്പോ ചുമ്മാ നിന്നിട്ട് നിനക്ക് പ്രയാസം തോന്നുവാണെങ്കില് ദേ ഈ പച്ചക്കറി നീ അരിഞ്ഞോ. ഞാൻ അന്നേരം ഈ കറിക്കുള്ള കൂട്ടുകളൊക്കെ തയ്യാറാക്കാം. പിന്നെ ഇവിടുത്തെ അടുക്കള ജോലി ചെയ്യാനല്ലേ ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത്. ഇതൊക്കെ എനിക്ക് തനി അങ്ങ് ചെയ്താ മതി. എന്താ വിശാൽ സാറേ, കയ്യിൽ നിറച്ച കവറുണ്ടല്ലോ. നീ ഇവിടുത്തെ എല്ലാ സ്ത്രീകളെയും ഇങ്ങ് വിളിച്ചേ. പാർവതി ചേച്ചി, അമ്മേ, സുശീലാൻറ്റി, ഗാർഗി ചേച്ചി, ജാസ്മിൻ, എല്ലാരും ഒന്ന് വേഗം വന്നേ. വിശാൽ സാറ് വിളിക്കുന്നു. നീ ഇവിടെ നിന്ന് എന്നെ വിളിച്ചു പോവാണോ? നീ പോയി അവരെ വിളിച്ചിട്ട് വാ. ശരി. ചെല്ലേ. വേഗം ചെല്ല്, വിശാൽ സാറെ വിളിക്കുക. എന്ത് ഗിഫ്റ്റഡാ ഇത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.